ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അഥവാ അടിസ്ഥാന പാഠങ്ങളിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ആദ്യ അധ്യായത്തിലെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗമാണ് എടുക്കുന്നത്. ജീവിതം പടർത്തുന്ന വേരുകൾ. എന്താ ജീവിതം പടർത്തുന്ന വേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ചെടികൾക്ക് വേരുകളുണ്ട് അല്ലെ? അതാണ് അവയെ പിടിച്ചു നിർത്തുന്നത്, മണ്ണിൽ അവയെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള വേരുകൾ. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെ നിലനിർത്തുന്നതായിട്ടുള്ള വേരുകളുണ്ട്. എന്തൊക്കെയാണവ? നന്മയും സ്നേഹവും ത്യാഗവും കരുണയും, ഇതൊക്കെ തന്നെയാണ് മനുഷ്യ ജീവിതത്തെ നിലനിർത്തുന്നതായിട്ടുള്ള വേരുകൾ. ഇവയൊന്നും ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്താണ്? വ്യർത്ഥമാണ്, ആർക്കും ഒരു ഉപകാരമില്ലാത്ത ജീവിതമായി മാറും അല്ലെ? അപ്പോ അതാണ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ആദ്യത്തെ അധ്യായം പ്ലാവിലക്കഞ്ഞി. കുട്ടനാടിന്റെ കലാകാരൻ, കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന തകഴി ശിവശങ്കരപിള്ള അല്ലെ? തകഴിയെ പറ്റി കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം മനസ്സിലാവുന്നത് ഏത് ഒരു സിനിമ ഓർമ്മ വന്നില്ലേ? ഏതാത്? ചെമ്മീൻ അല്ലെ? കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന തകഴി, അദ്ദേഹത്തിന്റെ കൃതികളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സാധാരണക്കാരുടെ ജീവിതം വരച്ചു കാണിക്കുക എന്നുള്ളത്. മത്സ്യത്തൊഴിലാളികള്, കർഷകര്, അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകളെ പറ്റി എഴുതുന്ന സാധാരണക്കാരനായ എഴുത്തുകാരൻ എന്ന് നമ്മൾ തകഴിയെ വിശേഷിപ്പിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെ തകഴിയുടെ കൃതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ് രണ്ടിടങ്ങഴി. ആ രണ്ടിടങ്ങഴിയിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിക്കുന്ന പ്ലാവിലക്കഞ്ഞി എന്ന് പറഞ്ഞ പാഠഭാഗം. രണ്ടിടങ്ങഴി എന്താണെന്നറിയണ്ടേ? മുഴുവനായിട്ടൊന്നും പറയുന്നില്ല, തുടക്ക ഭാഗം എന്താണെന്നുള്ളത് പറയാം. കാളിപ്പറയിന്റെയും കുഞ്ഞാളിയുടെയും മകളായ ചിരുത, അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉള്ള നല്ല അധ്വാനശീലിയായ ചിരുതയെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പെൺപണം തരുന്നത് ആരാണോ അവർക്ക് മാത്രമേ ചിരുതയെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്നായിരുന്നു കാളിപ്പറയുടെ തീരുമാനം. അങ്ങനെ ചിരുതയെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന ആളാണ് കോരൻ. പെൺപണം കൊടുക്കണം. അന്നത്തെ കാലം എന്ന് പറയുന്നത് പട്ടിണിയും പരിവട്ടമായിട്ട് നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ എന്താ, ഇങ്ങനെ പെൺപണം കൊടുത്ത് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ കോരൻ എന്ത് ചെയ്തു? ഔസേപ്പ് മുതലാളി എന്ന് പറഞ്ഞ പുഷ്പവേലി ഔസേപ്പ് മുതലാളിയെ എടുത്ത് എന്തിനു പോയി? മുൻകൂറായി പണം വാങ്ങാനായി പോയി. അങ്ങനെ മുൻകൂറായി പണം വാങ്ങുകയും ഓണത്തിന് പണിക്ക് നിൽക്കാമെന്ന് പറഞ്ഞ് മുൻകൂറായിട്ട് പണം വാങ്ങിച്ച് എന്ത് ചെയ്യുന്നു? ചിരുതയുടെ അപ്പന്റെ അടുക്കൽ ചെല്ലുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നു. ആ വിവാഹത്തോടെ കോരന് അച്ഛനുമായി തർക്കിക്കേണ്ടി വരുന്നു. അവരവിടെ നിന്നും മാറി താമസിക്കുകയാണ്. കോരന്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള മറച്ചു കെട്ടിയ കൂരയിൽ അവർ രണ്ടുപേരും താമസം ആരംഭിച്ചു. അങ്ങനെ അതിനുശേഷം ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിക്ക് പോകുന്ന കോരനെ പോലെയുള്ള തൊഴിലാളി വർഗത്തിന്റെ ബുദ്ധിമുട്ടുകളും അവശതകളും വിഷമങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗം എന്താന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന ആളാണ് കോരൻ. പകലന്തിയോളം കഷ്ടപ്പെട്ടും ഒരു നേരത്തെ അത്താഴത്തിനുള്ള വക പോലും അവനെ കൊണ്ട് ഒക്കുന്നില്ല. അതിന് കാരണമുണ്ട്. എന്താ കാരണം? നെല്ലിന് വില കൂടി നിൽക്കുന്ന സമയം. ജോലിക്ക് കൂലി നെല്ല് എന്നതാണ് നാട്ടു നടപ്പ്. എന്നാൽ നെല്ലിന് വില കൂടിയ സമയമായതുകൊണ്ട് തന്നെ ജന്മിമാര് പണമാണ് കൂലിയായിട്ട് കൊടുത്തത്, നെല്ല് കൂലിയായിട്ട് കൊടുത്തിരുന്നില്ല. രണ്ടിടങ്ങഴി കൂലിയായി കൊടുക്കേണ്ട സമയത്ത് ഒരു പ്ലാവിലക്കഞ്ഞിക്ക് പോലും വകയില്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്തിരുന്നത്? മുതലാളിമാര് അവർക്ക് പണം നൽകിയിരുന്നത്. ആ പണം കൊണ്ട് ഒരു ഉപകാരമില്ല. കടകളിലും വീടുകളിലൊക്കെ അന്വേഷിച്ചാൽ എന്തില്ല? ആ പണത്തിനുള്ള അരി വാങ്ങാൻ അവർക്കില്ല, അവർ കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ പട്ടിണിയുടെ അങ്ങേയറ്റം, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം കുട്ടനാട്ടിലെ കർഷകരെ അനുഭവിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് കോരൻ എന്ത് ചെയ്യുന്നത്? മുതലാളി എടുത്ത് പോയി ചോദിക്കുന്നത്, മുതലാളി, ഇന്നെനിക്ക് എന്ത് വേണ്ട? പണം വേണ്ട, നെല്ല് മതി എന്ന് പറയുന്നു. പോ പിശാചുക്കൾ എന്ന് പറഞ്ഞാണ് ഔസേപ്പ് മുതലാളി അവിടെ നിന്നും കോരനെ ആട്ടിപ്പായിക്കുന്നത്. നെല്ലില്ല എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ക്രൂരനായ ആ ഔസേപ്പ് മുതലാളി ഭക്ഷണത്തിനാണ് ചോദിക്കുന്നത്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്.
ഇന്നൊരു നേരം ആഹാരം വെച്ചു കഴിഞ്ഞാൽ നാളെ ഉച്ച വരെയുള്ള ആഹാരം അതിൽ നിന്നാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള തത്രപ്പാടാണ് ഈ പറയുന്നത്. നമുക്കറിയില്ല അതിന്റെ വേദന, അല്ലെ? നമ്മൾ 4 നേരം കഴിക്കുന്നവരാ, 4 നേരം പറ്റിയ 4 നേരം കഴിക്കുന്നവരാ. നമുക്കതിന്റെ വിഷമം അറിയില്ല. ഒരു നേരം കഴിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നവരാ നമ്മള്. പക്ഷെ അവിടെ ആകെ ഒരു നേരമേ അവർ കഴിക്കുന്നുള്ളൂ. ആ ഒരു നേരത്തേക്കുള്ള അരിയാണ് ആര് ചോദിക്കുന്നത്? കോരൻ ചോദിക്കുന്നത്. എന്ന ഔസേപ്പ് മുതലാളി കാണിച്ചത് എന്താ? തന്റെ സമ്പാദ്യം വലുതാക്കുന്ന തൊഴിലാളികളാണെന്നുള്ള പരിഗണന പോലും ആർക്കില്ല. അന്നത്തെ തൊഴിലാളികൾക്ക് മുതലാളിമാര് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അന്നത്തെ പണി കഴിഞ്ഞ് കിട്ടിയ 3/4 ചക്രവുമായി കോരൻ എന്ത് ചെയ്യാണ്? കൈനഗരി മുഴുവനും അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിനു വേണ്ടിയാ? രാത്രി അരി വാങ്ങണം, അല്ലെ? ഭക്ഷിക്കണം, എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കിടക്കാൻ. പിറ്റേ ദിവസം പണിക്ക് വരേണ്ടതാ, അല്ലെ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? കൈനഗരി മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാ പീടികയിലും വീടുകളിലും തോറും അവൻ കയറി ഇറങ്ങി. അവിടെയൊക്കെ അരിയുണ്ട്, പക്ഷേ അവന്റെ കയ്യിലുള്ള പണത്തിനുള്ള അരി എവിടെയുമില്ല, ആരും കൊടുക്കാനില്ല. അങ്ങനെ വിഷമിച്ച് നടക്കുന്ന സമയത്താണ് അവന്റെ കണ്ണിൽ ആ കാഴ്ച കണ്ടത്. എന്താ അവൻ കണ്ട കാഴ്ച? ഒരു വലിയ മുതലാളി. ആ മുതലാളിയുടെ വീടിന് ഉമ്മർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കടവുണ്ട്. ആ കടവിൽ എന്ത് ചെയ്താണ്? വലിയ വള്ളങ്ങൾ വന്ന് നിൽപ്പുണ്ട്. ആ വള്ളത്തില് വലിയ ചാക്കും കെട്ടുകളിലായി എന്ത് കൊണ്ടുപോകുന്നു? നെല്ല് കൊണ്ടുപോകുന്നു. ഇരുട്ടിന്റെ മറവിൽ കച്ചവടം നടത്തുകയാണ്. നെല്ലിന് വില കൂടി നിൽക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? ഈ നെല്ലിനെ മറിച്ച് വിൽക്കുകയാണ്. കരിഞ്ചന്തയിൽ കൊണ്ടുപോയി മറിച്ച് വിൽക്കുകയാണ് ജന്മിമാർ ചെയ്യുന്നത്. അവിടുത്തെ കർഷകരോട് ചെയ്യുന്ന അനീതി, ചൂഷണം, ഇതൊക്കെ തന്നെയാണ് കോരനെ എന്തിലേക്ക് പ്രേരിപ്പിച്ചത്? അവിടെ നിന്നും വർഗബോധത്തോടെ ഉണർന്നെഴുന്നേറ്റ് തങ്ങൾക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് കഥാഭാഗം പറയുന്നത്. അങ്ങനെ അവനത് കണ്ടെങ്കിലും അവന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൽ നിന്നും 2 നാഴി അരിയെങ്കിലും ആവശ്യമുണ്ട്, അത് ചോദിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മനസ്സിൽ വേറൊരു കാര്യം വന്നു. എന്താ? ഈ മുതലാളി ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കാം തന്റെ മുതലാളിയും എന്ത് ചെയ്യുന്നത്? നെല്ല് മറിച്ച് വിൽക്കുന്നത് എന്നുള്ള തോന്നല് അവനിലുണ്ടായി. പക്ഷെ അവന് വാദിക്കാനുള്ള അവസരമില്ല. കാരണം എന്താ? അവന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള തോന്നലാണ്. അങ്ങനെ അവൻ ആ 3/4 ചക്രം കൊണ്ട് കിട്ടിയ 1 നാഴി അരിയും കപ്പയുമായി വീട്ടിലേക്ക് കയറി ചെല്ലാണ്. ചിരുതയുണ്ട് വീട്ടില്. ചിരുത എന്ത് ചെയ്തിരിക്കുന്നു? വാതിലൊക്കെ ഭദ്രമായി അടച്ചു വെച്ചിരിക്കുക. തനിച്ചാണ് താമസിക്കുന്നത്, അല്ലെ? അപ്പൊ വാതിലൊക്കെ ഭദ്രമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കോരൻ വരുമ്പോ അവള് വാതിൽ തുറക്കാണ്. അവന്റെ കയ്യിൽ നിന്നും ആ അരി വാങ്ങി അവള് വേഗം കഞ്ഞി വെച്ച് അവർ 2 പേരും കുടിക്കുകയാണ്. ഒരാൾക്ക് പോലും തികയാത്ത കഞ്ഞിയാണ് അവർ 2 പേരും കൂടി പങ്കിട്ട് കുടിക്കുന്നത്. എന്നാൽ ചിരുത യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല? കഞ്ഞി കുടിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവൾ കുടിച്ചതായി ഭാവിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? പിറ്റേ ദിവസം കോരന് പണിക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്? അതിൽ നിന്നും കഞ്ഞി മാറ്റിവെക്കുകയാണ്. അവളുടെ പങ്ക് എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസവും എന്ത് ചെയ്യുന്നു? അവൻ പണിക്ക് പോവാണ്. ആ കഞ്ഞി കുടിച്ച് അവൻ പണിക്ക് പോകുന്നു. പണി കഴിഞ്ഞപ്പോ മുതലാളിയോട് വീണ്ടും ചോദിച്ചു, മുതലാളി ഇന്നെങ്കിലും എനിക്ക് നെല്ല് വേണമെന്ന് പറഞ്ഞു. അന്നും കൊടുത്തില്ല. വെറുതെ വാദിക്കുക എന്നുള്ളത് മാത്രമായി. ആരും അവന്റെ ഒപ്പം നിന്നില്ല. അവൻ അന്ന് കിട്ടിയ പൈസ കൊണ്ട് 2 നാഴി അരിയും കപ്പയുമായി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവനെ കാത്ത് അവന്റെ അച്ഛൻ ഇരിപ്പുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വിവാഹശേഷം ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടാണ് ആര് പോകുന്നത്? കോരൻ ചിരുതയുമായി മാറി താമസിച്ചത്. ആ അച്ഛൻ അവനെ തേടി എത്തിയിരിക്കുകയാണ്. ഇന്ന് അച്ഛന് എന്തില്ല, തീരെ വയ്യ. നീര് വന്ന് ശരീരമാകെ വീർത്തിരിക്കുന്നു. ഒന്നിനും വയ്യാത്ത ആളായി മാറിയിരിക്കുന്നു. ആ വൃദ്ധൻ പറയാണ്, 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടെന്ന്. കർഷകനാണ്. ഒരു നൂറ്റാണ്ട് മുഴുവൻ അല്ലെങ്കിൽ ഒരു ആയുസ് മുഴുവൻ തന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചവൻ. അവന്റെ വാക്കാണ് പറഞ്ഞത് എന്ത്? ആ വൃദ്ധന്റെ വാക്കാണ് പറയുന്നത് എന്ത്? 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടെന്ന്. അവന്റെ ഉള്ളിലുള്ള അപകർഷതാബോധം അവനെ വല്ലാതെ അലട്ടി. താൻ അച്ഛനെ ഉപേക്ഷിച്ചു പോകുന്നത് ഒട്ടും ശരിയായില്ല. താൻ അച്ഛനെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ ഈ ഗതി വരില്ലായിരുന്നു എന്നുള്ള തോന്നലൊക്കെ അവന്റെ ഉള്ളിൽ വല്ലാതെ അലട്ടി. അവൻ ചിരുതയോട് ചോദിച്ചു, അച്ഛന് വല്ലതും കൊടുത്തോ? അച്ഛൻ വന്നിട്ട് കുറെ നേരമായി, അച്ഛന് വല്ലതും കൊടുത്തോ എന്ന് ചോദിച്ചു. അവളോ അപ്പൊ തന്നെ മറുപടി പറഞ്ഞു, എന്ത്? ഞാൻ മുറം വെച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിരുത മുറം നെയ്തുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ മുറം വെച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് എന്ത് ചെയ്തിരുന്നു? ഉച്ചയ്ക്ക് അരി വാങ്ങി അച്ഛന് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നു.
അവൻ വേഗം അവന്റെ കയ്യിലുണ്ടായിരുന്ന അരി അവളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, വേഗം കഞ്ഞി വെക്കെന്ന് പറഞ്ഞു. അവൾ വേഗം കഞ്ഞി തയ്യാറാക്കി. അച്ഛനും ഭർത്താവിനും അവളും കഴിക്കുകയായിരുന്നു. അവളും കഴിച്ചെന്ന മട്ടിൽ തന്നെ. കാരണം എന്താ, പിറ്റേ ദിവസം എന്ത് ചെയ്യണം? കോരന് പണിക്ക് പോകണം അല്ലെ? ഭാര്യയുടെ വയറൊതുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭർത്താവിനെ പണിക്ക് വിടുന്നത്. അന്നത്തെ ദിവസം അച്ഛൻ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ആ കഞ്ഞി കുടിച്ചതിന് ശേഷം അച്ഛൻ ഒരു തൃപ്തിയുടെ ഏമ്പക്കം വിട്ടു. അത് കേട്ടപ്പോൾ അവന്റെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി അല്ലേ? ഒരു നേരം അച്ഛന് ഭക്ഷണം കൊടുത്തപ്പോൾ മകനുണ്ടായ സന്തോഷം. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് 10 ദിവസമായി എന്ന് പറഞ്ഞ് ആ അച്ഛന്റെ വിഷമത്തെ മാറ്റി നിർത്താനായി അവൻ കഞ്ഞി കൊടുത്തപ്പോൾ, അച്ഛന്റെ ഒരു തൃപ്തിയുടെ ഏമ്പക്കം വന്നപ്പോൾ അവനുണ്ടായ സന്തോഷം അത്യധികമാണ്. അങ്ങനെ അവൻ രാത്രി കിടക്കാൻ നേരത്ത് ആലോചിക്കുകയാണ്, അച്ഛന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെ? 8ാം വയസ്സിൽ അച്ഛൻ പണിക്ക് തുടങ്ങിയത്. ആനയെ പോലെ പണിയെടുത്തിരുന്ന മനുഷ്യൻ, അത്രയും കരുത്തുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ഈ കോലത്തിൽ കണ്ടപ്പോൾ അവന് സഹിക്കാൻ പറ്റില്ല. അവൻ അത് രാത്രി കിടക്കുമ്പോൾ ആലോചിക്കുകയാണ്. എന്നിട്ട് അവന്റെ മനസ്സിൽ അവനോട് ദൃഢനിശ്ചയം എടുക്കുകയാണ്, ഒരു നേരം അച്ഛൻ എന്ത് ചെയ്യണം? വയറ് നിറയെ ചോറ് കൊടുക്കണം. വയറ് നിറയെ ചോറ് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം അവൻ എടുക്കുകയാണ്. അവിടെ നിന്നാണ് അവന്റെ തീരുമാനങ്ങൾ അവൻ മാറ്റമുണ്ടാക്കി തുടങ്ങിയത്. എന്ത് ചെയ്തിരുന്നു? മുതലാളിമാരോട് ചോദിച്ചേ പറ്റൂ. എന്ത്? നെല്ല്. കാരണം നാട്ടുനടപ്പ് അതാണ്. എന്താ? നെല്ലാണ് കൂലിയായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ നെല്ല് കൂലിയായിട്ട് കൊടുക്കുന്നില്ല. അത് കൂലിയായിട്ട് തന്നെ വാങ്ങണം എന്നുള്ള വർഗബോധം അവരിൽ ഉണ്ടാകുന്നത് അപ്പോഴാണ്. അതിനുശേഷം എന്തുണ്ടാകുന്നു? ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം സംഭവിക്കുന്നുണ്ട്. അച്ഛന്റെ മരണം സംഭവിക്കുന്നു. കോരൻ ജയിലിലാകുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യുന്നു? മുതലാളിത്ത ചൂഷണത്തിനെതിരെ പ്രവർത്തിക്കുന്നു. കോരന്റെ മകൻ വെളുത്ത കർഷകർക്ക് കൃഷിഭൂമി എന്ന മുദ്രാവാക്യം മുഴക്കുന്നു. അതോടെ കർഷകർക്ക് കൃഷിഭൂമി സ്വന്തമാവുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടിടങ്ങഴി എന്ന നോവലിൽ വരുന്നത്. അതിലെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ പാഠഭാഗം. നടുവിൽ പറഞ്ഞ ഭാഗമാണ് പാഠഭാഗം കേട്ടോ. ഇതില് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ 4 കഥാപാത്രങ്ങളെ പറഞ്ഞു. ആരൊക്കെയാ? കോരൻ, ചിരുത, ഔസേപ്പ് മുതലാളി, കോരന്റെ അപ്പൻ അല്ലെ? ഇവര് 4 കഥാപാത്രങ്ങളുടെയും കഥാപാത്ര നിരൂപണം നമുക്ക് എന്ത് ചെയ്യാം? വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതെങ്ങനെയാ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കഥാപാത്ര നിരൂപണം എന്താന്ന് പഠിക്കാം. നിങ്ങൾ സാധാരണ രീതിയിൽ കഥാപാത്ര നിരൂപണം എഴുതുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. പക്ഷേ ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതനുസരിച്ച് എഴുതാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾ കഥാപാത്ര നിരൂപണം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പോയിന്റ് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഇനിയും കഥാപാത്ര നിരൂപണങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത പോയിന്റ്സ് ആണെങ്കിൽ നമ്മളത് എഴുതി വെക്കാം കേട്ടോ. അപ്പോ ആദ്യം കഥാപാത്ര നിരൂപണം ആണെങ്കിൽ നമ്മൾ എന്താ എഴുതാറ്? ആദ്യം തുടക്കത്തിൽ എഴുതുന്നത് എന്താ? നമ്മള് കഥയെ പരിചയപ്പെടുത്തും, കഥാകൃത്തിനെ പരിചയപ്പെടുത്തും അല്ലെ? ഏത് കഥയാണ്, എന്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണ്, ആരാണ് കഥാകൃത്ത്, എന്താണ് കഥയുടെ ഉള്ളടക്കം, ഇതൊക്കെ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ, അതിന് യാതൊരു മാറ്റമില്ല, അതുപോലെ തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കഥാപാത്രത്തിലോട്ട് പോകുന്നത്. നമുക്ക് ആ കഥാപാത്രം നമുക്കറിയാം. ആ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? പ്ലാവലക്കഞ്ഞിൽ എത്ര കഥാപാത്രമുണ്ട്? പ്രധാനമായിട്ട് 4 കഥാപാത്രങ്ങളാണ് വരുന്നത് അല്ലെ? ആകെ 4 കഥാപാത്രങ്ങളെ പറ്റി അതിൽ പറയുന്നത്. ആരൊക്കെയാണ്? കോരനെ പറയുന്നു, ചിരുത, ഔസേപ്പ് മുതലാളി, കോരന്റെ അപ്പൻ. ഇവർ 4 പേരാണ് അതിലെ കഥാപാത്രങ്ങൾ. ഔസേപ്പ് മുതലാളി വലിയ റോളൊന്നും ഇല്ല എങ്കിൽ കൂടി നമ്മൾ കഥാപാത്രം എന്ന നിലയിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം എഴുതുന്നത് എന്നുള്ളതാണ് ഇവിടെ പോയിന്റ് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, സ്വഭാവ സവിശേഷത. നമ്മൾ ആ സ്വഭാവ സവിശേഷതയാണ് ആദ്യം എഴുതേണ്ടത്. നമുക്കറിയാം കോരന്റെ സ്വഭാവം എന്താണെന്ന്, ചിരുതയുടെ സ്വഭാവം എന്താണെന്ന് അറിയാം അല്ലെ? കോരന്റെ അപ്പന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം. ഔസേപ്പ് മുതലാളി വളരെ ക്രൂരനായ ഔസേപ്പ് മുതലാളി അല്ലെ? ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എന്ത്? സ്വഭാവ സവിശേഷത. ഇത് കൂടാതെ, സ്വഭാവ സവിശേഷത കൂടാതെ അവരുടെ അപ്പിയറൻസ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ രൂപം, അവർ കാണാൻ എങ്ങനെയെന്നുള്ളത് നമ്മുടെ പാഠഭാഗത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം? നമ്മൾ എഴുതേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നോക്കിയേ, പ്രസക്തി. കഥയിൽ അവർക്കുള്ള പ്രസക്തി എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്.
അതായത് കോരനെ പറ്റി പറയുകയാണെങ്കിൽ കഥയിലുടനീളം ആരുണ്ട്? കോരനുണ്ട്. കഥയുടെ നായകനാണ് അല്ലെ? കഥയിലെ നായകനാണ് ആര്? കോരൻ. അപ്പൊ ആ കഥാപാത്രത്തിന് എത്രത്തോളം പ്രസക്തി തകഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രസക്തി എന്ന ഭാഗത്ത് എഴുതേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ തന്നെ അടുത്ത് നോക്കിയേ, കഥയുടെ തുടക്കം, വളർച്ച, ഒടുക്കം എന്നിവിടങ്ങളിൽ കഥാപാത്രത്തിന്റെ സ്ഥാനം. പകുതിക്ക് വെച്ച് നിന്നുപോയ കഥാപാത്രമാണോ, അല്ലെങ്കിൽ ഒരു കുറച്ചു നേരമുള്ളൂ ആ കഥാപാത്രം എന്നുള്ളതാണ്. ഇപ്പൊ ഔസേപ്പ് മുതലാളിയുടെ കാര്യം പറഞ്ഞു. ഔസേപ്പ് മുതലാളി ആദ്യം തുടക്കത്തിൽ, നിങ്ങളുടെ പാഠത്തിൽ തുടക്കത്തില് ഒരു സംഭാഷണം അല്ലെ, കോരനുമായിട്ടുള്ള ഒരു സംഭാഷണം, അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഔസേപ്പ് മുതലാളിയുടെ കഥാപാത്രം എന്താണ് എന്നുള്ളത്, നല്ല കഥാപാത്രമാണോ, ചീത്ത കഥാപാത്രമാണോ, അല്ലെങ്കിൽ ക്രൂരനാണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ, ആ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കഥാപാത്രം കഥയിൽ മുഴുവനായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. കഥയുടെ തുടക്കം, ഒടുക്കം, വളർച്ച എന്നിവിടങ്ങളിൽ കഥാപാത്രത്തിന്റെ സ്ഥാനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നാണ് എഴുതേണ്ടത്. ഇനി താരതമ്യപ്പെടുത്തല്. ഇതെന്ന് പറഞ്ഞാല് നമുക്കറിയാം, തകഴി ഇതെല്ലാം പ്ലാവിലക്കഞ്ഞി അല്ലാതെ, രണ്ടിടങ്ങഴി അല്ലാതെ വേറെ പല നോവലുകളും എഴുതിയിട്ടുണ്ട് ഇല്ലേ. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ എടുത്ത് ചെമ്മീന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പോ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ താരതമ്യപ്പെടുത്താനായിട്ട് ഞാൻ ചിരുത എടുക്കാന്ന് വെച്ചു. തകഴിയുടെ കഥാപാത്രങ്ങളില്, സ്ത്രീ കഥാപാത്രങ്ങളില് വളരെ ശക്തമായ കഥാപാത്രങ്ങളായിരിക്കും. എന്തും സഹിക്കുന്നതും ക്ഷമിക്കുന്നതുമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പോ അതിനോട് സാമ്യം തോന്നുന്നതായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ പറയാണ് ചെമ്മീനിലെ കറുത്തമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പൊ നിങ്ങൾക്ക് ഇതല്ലാതെ, തകഴിയുടേതല്ലാതെ മറ്റു പല നോവലുകളിലെയും കഥാപാത്രങ്ങളോട് നിങ്ങൾക്ക് സാമ്യപ്പെടുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതുകൂടി എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി ചിരുതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അധസ്ഥിത വർഗത്തിന്റെ ഇന്ദുലേഖ എന്നാണ് ചിരുതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായി കേട്ടോ? അത് കഴിഞ്ഞിട്ട് സ്വന്തം നിലപാട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഥയിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. അത് കൂടാതെ നമ്മളുടേതായ അഭിപ്രായം കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഉൾപ്പെടുത്തണം. നമുക്ക് ഈ കഥാപാത്രത്തെ എങ്ങനെ ചിത്രീകരിച്ചതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നമുക്ക് ഇങ്ങനെ കൂടെ കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത നമ്മളിൽ കണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള അവസരമാണ് സ്വന്തം നിലപാട് വ്യക്തമാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഥാപാത്ര നിരൂപണം എഴുതുന്നത്. അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതുന്ന കുട്ടികളാണ് എനിക്കറിയാം, എങ്കിൽ കൂടി അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇതെന്ത് ചെയ്യാ, എഴുതിയെടുക്കുക. കഥാപാത്ര നിരൂപണം മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഭാഷ എന്ന കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ആ പാഠം വായിച്ചാൽ തന്നെ മനസ്സിലാവും അതിലെ ഭാഷയുടെ വ്യത്യാസം അല്ലെ. റിയലിസത്തിന്റെ വക്താവായിട്ടാണ് തകഴി ശിവശങ്കര പിള്ള മലയാള സാഹിത്യത്തിലോട്ട് വരുന്നത്. അതായത് തനിമ നിറഞ്ഞ നാടൻ ഭാഷ, അത് അദ്ദേഹത്തിന്റെ കൃതികളിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ആ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചില വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം. ഏന് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഏന് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാണ് അർത്ഥം. ഇതൊരു നാടൻ ഭാഷയാണ്, തനിമ നിറഞ്ഞ മലയാള നാടൻ ഭാഷയാണ്. അതുപോലെ തന്നെ ഏന് പോരാഞ്ഞിട്ട് മയറ്റില്, മെള്ളം എന്നിങ്ങനെയുള്ള വേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. മയറ്റില്, മെള്ളം. മയറ്റില്, മെള്ളം എന്നൊക്കെ പറയുന്നത് എന്താ, വായാണ് ഇവിടെ വരേണ്ട അക്ഷരം അല്ലെ. വയറ്റില്, വെള്ളം അല്ലെ, ഈ വാക്കുകളാണ് അവിടെ വരേണ്ടത്. പക്ഷേ വന്നിരിക്കുന്നത് എന്താ, മായാണ്. അതിനർത്ഥം എന്താണ്, നാടൻ ഭാഷ, തനി നാടൻ ഭാഷയാണ്. കർഷകരൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത്രയും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ. അതാണ് ഈ പറഞ്ഞ ഏന്, മയറ്റില്. അതായത് അടിയാളന്മാരും ജന്മിമാരും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഈ വാക്കുകൾ ഉച്ചരിക്കുക എന്നുള്ളതായിരുന്നു. ഏന് എന്ന് ഉപയോഗിക്കുമ്പോൾ ഏന്, തമ്പ്ര എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ഒരു കുലീനതയുടെ ഭാഷ, ഒരു എളിമയുടെ ഭാഷയാണ് എന്ത് ചെയ്യുന്നത്, അതില് തെളിയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കാര്യം ആ പാഠഭാഗത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ പാഠത്തിന്റെ പേരെന്തായിരുന്നു, പ്ലാവിലക്കഞ്ഞി അല്ലെ. പാഠത്തിന്റെ പേരെന്തായിരുന്നു, പ്ലാവിലക്കഞ്ഞി. ഇത് തലക്കെട്ടിന്റെ ഔചിത്യം എന്ന് പറഞ്ഞ ചോദ്യം നമുക്ക് വരാവുന്നതാണ് അല്ലെ. നമുക്ക് മിക്കപ്പോഴും വരുന്ന ചോദ്യമാണ് എന്ത്, തലക്കെട്ടിന്റെ ഔചിത്യം. എന്താ ഈ തലക്കെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്ലാവിലക്കഞ്ഞി. അതായത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളും അവരും അടിമകളായി
കർഷക തൊഴിലാളികളും ജന്മിമാരും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിൽ വരുന്നുണ്ട് ഇല്ലേ? രണ്ടിടങ്ങളിൽ കൂലി കൊടുക്കേണ്ടവർക്ക് പ്ലാവിലെ കഞ്ഞിക്ക് പോലും വകയില്ലാത്ത അവസ്ഥ. അതാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. അതുകൂടാതെ പറയുന്ന കാര്യം എന്താണ്? ഒരു അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താ അത്? പ്ലാവിലക്കഞ്ഞി നമ്മൾ എങ്ങനെ പ്ലാവിലക്കഞ്ഞി കുടിക്കുക കണ്ടിട്ടുണ്ടോ നിങ്ങളത്? പ്ലാവിൽ എന്ത് ചെയ്യും? കുമ്പിള് കുത്തും അല്ലെ, എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യും? കോരി കുടിക്കും. ഇത് ചെയ്തിരുന്നത് പാവപ്പെട്ട തൊഴിലാളികൾ. ആ സ്ഥാനത്ത് ഉടമകളായിട്ടുള്ള ജന്മിമാർ ചെയ്തിരുന്നത് എന്താണ്? വെള്ളിക്കരണ്ടിയിൽ എന്ത് ചെയ്യുന്നു? കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ? പാവപ്പെട്ട തൊഴിലാളികളും പണക്കാരായിട്ടുള്ള ജന്മികളും അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി നമുക്ക് ഈ ശീർഷകം പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാവിലക്കഞ്ഞി എന്ന് പറഞ്ഞ പാഠഭാഗത്ത് പഠിക്കുന്നത്. രണ്ടിടങ്ങളിൽ നോവലിലെ കുറച്ച് ഭാഗം ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടിടങ്ങളിൽ നോവലൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഒന്ന് വായിച്ചു നോക്കണം. ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്, എവിടെ നമ്മുടെ കഥ അവസാനിക്കുന്നു എന്നുള്ള ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ കഥ പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക കേട്ടോ. സമയം കണ്ടെത്തി വായിച്ചു നോക്കുക. വായിച്ചാൽ വളരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കഥാപാത്ര നിരൂപണം മസ്റ്റ് ആയിട്ട്, കഥാപാത്ര നിരൂപണം നിർബന്ധമാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം.